ബ്രെഡും പഴവും മുട്ടയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 3 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബ്രെഡിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 3 ബ്രെഡിൻ്റെയും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാൻ 2 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ബ്രെഡിന് 2 കോഴിമുട്ട ധാരാളം മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് നേന്ത്രപ്പഴമാണ്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരല്പം ബട്ടറോ നെയ്യോ തേച്ച് കൊടുത്ത് ഒരു ബ്രെഡ് പീസും കൂടെ വെച്ച് ആ സെൻറ്ററിലേക്ക് ഇതുപോലെ പഴം നിരത്തി കൊടുക്കാം. ഇനി ഈ പഴത്തിന് മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ടും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ മുറിച്ച് മാറ്റിയ ബ്രെഡ് പീസും കൂടെ വെച്ചൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ സംഭവം ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ ബനാന ബ്രെഡ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായും